ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം, സമയം മുമ്പോട്ട് പോകുന്തോറും നമ്മുടെ കോമ്പാക്ട് എസ് യു വിസ്, അതിപ്പോൾ സപ്പോമീറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അബോഫോമീറ്റർ ആയിക്കോട്ടെ, ഈ രണ്ട് കാറ്റഗറിയിൽ നിൽക്കുന്ന വാഹനങ്ങളുടെ സെയിൽസിൻ്റെ ഉയർച്ച തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് മാരുതി സുസുക്കി ഇനി വീണ്ടും ഒരു സപ്പോമീറ്റർ എസ് യു വിയും കൂടെ കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങൾ കേട്ടത് വളരെ ശരിയാണ്. ഇവർക്കിപ്പോൾ ഓൾറെഡി രണ്ട് വണ്ടികളുണ്ട്. ഒന്ന് ബ്രസ എന്ന് പറയുന്ന ട്രഡീഷണൽ എസ് യു വി ഓഡിയൻസിനൊക്കെ കാറ്റർ ചെയ്യാനുള്ളതാണ്. അത് കുറച്ച് കാലം 2014 ഇറങ്ങിയ വണ്ടിയാണ്. ആദ്യം ഡീസലിൽ ഇറങ്ങി, അതിനുശേഷം പിന്നെ 20 ആയപ്പോഴേക്കും അവർ പെട്രോൾ ഓൺലി ആക്കി. ഇപ്പോഴും പെട്രോളിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. അതിന് പുറമെ അവർ കഴിഞ്ഞ മുന്നത്തെ വർഷം ഇറക്കിയ നമ്മുടെ ഫ്രോങ്സ് എന്ന് പറഞ്ഞ ഒരു സപ്പോമീറ്റർ ക്രോസ് ഓവർ എസ് യു വി ആണ്. അതും അത്യാവശ്യം നല്ല വാഹനം തന്നെയാണ്. ഇറക്കിയ സമയത്ത് ഇത്തിരി സെയിൽ കുറവായിരുന്നെങ്കിലും പിന്നെ ഇപ്പോൾ നന്നായിട്ട് സെയിൽ കയറി വന്നിട്ടുണ്ട്. ചില മാസങ്ങളൊക്കെ ബലേനോയേക്കാൾ കൂടുതൽ സെയിൽസും ആ വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. ഈവൻ ദോ അതിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ബലേനോ ആണ് ആൻഡ് വണ്ടി മൊത്തം ബേസ് ചെയ്തിരിക്കുന്നതും ബലേനോയിലാണ്. അവർ എക്സ്റ്റീരിയറൊക്കെ കുറച്ച് മോഡിഫൈ ചെയ്ത് ഒരു ക്രോസ് ഓവർ എസ് യു പോലെ ഇറക്കിയതാണ്. ഇനി ഇവർ കൊണ്ടുവരാൻ പോകുന്ന ഈ പുതിയ വാഹനത്തിന് ബ്രസയുടെയും അതുപോലെ ഫ്രോങ്സിൻ്റെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഡിസൈൻ തീമായിരിക്കും അവർ പിടിക്കാൻ പോകുന്നത്. അതായത് ബ്രസ പോലെ അത്രയും ട്രഡീഷണൽ ആക്കില്ല, എന്നാൽ ഫ്രോങ്സ് പോലെ നമുക്ക് കാണുമ്പോൾ ഒരു എസ് യു വി ലുക്കൊന്നും ഇല്ലാതെ ശരിക്കും ഒരു ഹാച്ച് ബാക്ക്, ഇത്തിരി ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൂട്ടി ക്രോസ് ഓവർ പോലെ ഇറക്കിയ പോലത്തെ ഒരു ഫീലും കിട്ടില്ല. ഒരു ബാലൻസ്ഡ് ലുക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും. പിന്നെ ഇതിൻ്റെ പൊസിഷനിങ് എവിടെയായിരിക്കും എന്നുള്ളത് എപ്പോഴും ക്ലിയർ ആയിട്ടില്ല. ചിലപ്പോൾ ബ്രസയ്ക്ക് മുകളിൽ വരാം, ചിലപ്പോൾ ഫ്രോങ്സിൻ്റെയും അതുപോലെ ബ്രസയുടെയും ഇടയിൽ വരാം. പക്ഷേ ടെക്നിക്കലി ഫ്രോങ്സിൻ്റെയും ബ്രസയുടെ ഇടയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗ്യാപ്പൊന്നും ഇല്ല അവർക്ക് ഫില്ല് ചെയ്യാനായിട്ട്. രണ്ട് വാഹനങ്ങളുടെയും പ്രൈസ് ഓൾമോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ ബ്രസയുടെ മുകളിൽ കൊണ്ടുവരാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് കിയയുടെ സിറോസ് എന്ന് പറഞ്ഞ വാഹനം കണ്ടു. അതും ഇതുപോലെ തന്നെ സോണറ്റിൻ്റെയും സെൽട്ടോസിൻ്റെയും ഇടയിലായിട്ട് ഒരു പ്രീമിയം സപ്പോമീറ്റർ എസ് യു വി എന്നുള്ള രീതിയിലാണ് അവർ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രൈസിംഗ് ഒക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ ടോപ്പ് ആൻഡ് വേരിയൻസ് ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും ആ ഒരു അപ്രോച്ച് തന്നെയാണ് ഇപ്രാവശ്യം നമ്മുടെ മാരുതി സുസുക്കി ഈ വാഹനത്തിലൂടെ പിടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ആ ഒരു പ്രൈസ് പോലെ സപ്പോമീറ്റർ കാറ്റഗറിയിൽ തന്നെ നിൽക്കുന്ന ഒരു പ്രീമിയം എസ് യു വി, അല്ലെങ്കിൽ ഒരു അത്രയും പ്രീമിയം രീതിയിലുള്ള ഫീച്ചേഴ്സും അതുപോലെ ഇൻറ്റീരിയേഴ്സും ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു വാഹനം. നമ്മളിപ്പോൾ ഈ അടുത്ത് അവരുടെ ഈ വിറ്റാര എന്ന് പറഞ്ഞ വാഹനം കണ്ടായിരുന്നു. അതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ഒരു ഇത്തിരി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചിലാണ് അവർ പിടിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് എക്സിസ്റ്റിംഗ് മാരുതി സുസുക്കിയുടെ വാഹനങ്ങളുടെ ഒന്നും ഇൻറ്റീരിയേഴ്സിൻ്റെ ഒരു ഡിസൈൻ അതിന് തോന്നുന്നില്ല. ഇൻഫോടൈം സിസ്റ്റം ആണെങ്കിലും പുതിയതാണ്. 10 ഇഞ്ചോളം സൈസ് ആയിരുന്നു ഇൻഫോടൈം സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡാഷ്ബോർഡ് ലേഔട്ട് ആയാലും AC വെൻസ് ആയാലും ഈവൻ നമ്മുടെ ക്ലൈമട്രോണിക് കൺട്രോൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ അവർ ഉപയോഗിച്ചിരുന്ന കുറേ പാർട്സ് ഇപ്പോൾ വരുന്ന വാഹനങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വിട്ടിട്ട് ഒരു പുതിയ അപ്രോച്ച് എന്നുള്ള രീതിയിലാണ്. ഇതിപ്പം സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിൽ വരുന്ന ഇലക്ട്രിക് വാഹനമാണ്, അതുകൊണ്ട് അവർ മാറ്റിയതായിരിക്കും. പക്ഷെ എന്തായാലും ഈ വാഹനത്തിലും ഏകദേശം അങ്ങനത്തെ ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവരുടെ എക്സിസ്റ്റിംഗ് വാഹനങ്ങളിൽ കിട്ടുന്നതിലും കൂടുതൽ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, സെറോസിൻ്റെ ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലാണ് നമുക്കതിന് ശരിക്കും ഇപ്പോൾ കാണാൻ പറ്റുന്നത്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രീമിയം പൊസിഷനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് പിന്നെ നെക്സയിൽ തന്നെ വരാൻ പോകുന്നൊരു വാഹനമായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ വരുന്ന റൂമേഴ്സ് അനുസരിച്ച് പറയാനാണെങ്കിൽ ഈ വണ്ടി അരീന ഡീലർഷിപ്പ് വഴിയായിരിക്കും വിൽക്കുന്നതെന്നാണ് പറയുന്നത്. അരീന എന്ന് പറയുമ്പം അവരുടെ ഇത്തിരിയും കൂടെ മാസ് മാർക്കറ്റ് ടാർഗറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങൾ വിൽക്കുന്ന ഒരു ഡീലർഷിപ്പ് നെറ്റ്വർക്കാണ്. മറ്റതും മാസ് മാർക്കറ്റ് വണ്ടികൾ തന്നെയാണ് വിൽക്കുന്നത്. പക്ഷേ ഒരു ഇത്തിരിയും കൂടെ പ്രീമിയം പൊസിഷനിങ്ങിൽ അവരത് ആ വാഹനങ്ങളൊക്കെ വെക്കുന്നു എന്ന് മാത്രം. പക്ഷേ കൂടുതൽ ഇപ്പോൾ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ നേരെ പോകുന്ന അരീന ഡീലർഷിപ്പിലേക്കായിരിക്കും. സോ ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ കുറച്ച് ബഡ്ജറ്റ് ഓഫറിങ്സ് അല്ലെങ്കിൽ ഇപ്പോൾ സ്വിഫ്റ്റ് പോലുള്ള വാഹനങ്ങളൊക്കെ നോക്കാൻ പോകുന്ന ആൾക്കാർ അവരുടെ അരീന ഡീലർഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് ഈ വണ്ടി അവിടെ കിടക്കുന്നത് കാണും. അപ്പോൾ പിന്നെ അവർക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതെടുക്കാം എന്നുള്ളതാണ് മറ്റൊരു ഫിലോസഫി അവർ പറയുന്നത്. അതും നല്ലൊരു അപ്രോച്ച് തന്നെയാണ്. കാരണം ഓൾറെഡി നമുക്കിപ്പം ഫ്രോങ്സ് നെക്സ ഡീലർഷിപ്പ് വഴിയാണ് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഗ്രാൻഡ് വിറ്റാര നെക്സ ഡീലർഷിപ്പ് വഴിയാണ്. ബ്രസയാണ് ഇപ്പോൾ നമുക്ക് അരീന ഡീലർഷിപ്പ് വഴി വരുന്നത്. അപ്പോൾ പിന്നെ ഇനി ഒരു വാഹനം കൂടെ അരീന വഴി വരുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ്, അതിലും നമുക്കൊരു പുതുമ കാണാൻ പറ്റും. ഇത്രയും കാലം നമ്മൾ ഫ്രോങ്സിലായിരിക്കും ആദ്യം ഇവരുടെ 1.2 നമ്മുടെ ഈ അടുത്ത് കാണിച്ച Z12V എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രോങ് ഹൈബ്രിഡ് പവർ ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്നെങ്കിൽ ഈ വാഹനം അല്ലെങ്കിൽ ഫ്രോങ്സ് എന്നാണ് പറയുന്നത്. മിക്കവാറും ഇതിലായിരിക്കും വരുന്നത്. കാരണം ഫ്രോങ്സിൽ അവരിപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റ് ഒന്നും അവർക്ക് ക്രിയേറ്റ് ചെയ്യാനില്ല. കാരണം വണ്ടി ഓൾറെഡി ഇറങ്ങിയതാണ്, 1-2 വർഷത്തിനടുത്തായി വണ്ടി ഇറങ്ങിയിട്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് ഇനി ഒരു പുതിയ പവർ ട്രെയിൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു മീഡിയ അറ്റൻഷനോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു അറ്റൻഷനോ ഒന്നും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് ഇവരിപ്പോൾ ഒരുപാട് മൈലേജ് ഉണ്ട് എന്ന് പറഞ്ഞ് അഡ്വർടൈസ് ചെയ്താൽ പോലും ആൾക്കാരത് കോമൺ ആണ് എന്ന് വിചാരിക്കുകയുള്ളൂ. പക്ഷേ അതേസമയം പുതിയൊരു വാഹനം ഇറക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് പവർ ട്രെയിൻ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് മീഡിയ ചാനൽസിനെ വെച്ചത് കവർ ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ പുതിയ വാഹനമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ആൾക്കാരുടെ ഒരു അറ്റൻഷൻ കിട്ടും. അങ്ങനെ വെച്ചിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്റ്റണ്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനൊരു വാഹനത്തിലൂടെ അവരുടെ പുതിയ ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് പവർ ട്രെയിൻ കൊണ്ടുവരുന്ന കാര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുമ്പം ടൊയോട്ടയുടെ എഞ്ചിൻ എന്നല്ല, നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഫ്രോങ്സിൻ്റെ
സിക്സിൻ്റെ കേസിൽ ഇത് സുസുക്കി തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ഹൈബ്രിഡ് സിസ്റ്റം ആണ്. എന്ന് വെച്ചാൽ ഈ വാഹനത്തിന് നമുക്ക് ഡയറക്റ്റ് മോട്ടോർ വഴി മാത്രമായിരിക്കും വീൽസ് പവർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ടൊയോട്ടയുടെയൊക്കെ ഹൈറൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് വിറ്റാറിലൊക്കെ വരുന്ന ഹൈബ്രിഡ് സിസ്റ്റം എടുക്കാനാണെങ്കിൽ അത് സീരീസ് പാരലൽ ടെക്നോളജി വരുന്ന ടൊയോട്ടയുടെ ഹൈബ്രിഡ് സിസ്റ്റം ആണ്. TNGA സീരീസിന് അണ്ടറിൽ വരുന്ന ഒരു എഞ്ചിനാണ്. സംഭവം 3 സിലിണ്ടർ ആണെങ്കിലും അതിൻ്റെ അകത്ത് എഞ്ചിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് മോട്ടർ ആയിക്കോട്ടെ, ഈ രണ്ട് വാഹനങ്ങൾക്കും വീൽസിനെ ഡയറക്റ്റ് പവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ബാറ്ററി നമ്മുടെ മോട്ടറിനൊക്കെ പവർ കൊടുത്തോളും, അതുപോലെ എഞ്ചിൻ ബാറ്ററി ചാർജ് ചെയ്തോളും. പക്ഷേ ഈ ഒരു സീരീസ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബാറ്ററി ജസ്റ്റ് നമ്മുടെ മോട്ടറിനെ പവർ ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതുപോലെ എഞ്ചിൻ ജസ്റ്റ് നമ്മുടെ ബാറ്ററിയെ പവർ ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. എഞ്ചിൻ ഡയറക്റ്റ് വീൽസ് ഡ്രൈവ് ചെയ്യില്ല, മോട്ടർ മാത്രമായിരിക്കും നമ്മുടെ വീൽസ് ഡ്രൈവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എഞ്ചിൻ ജസ്റ്റ് ഒരു ജനറേറ്റർ എന്നുള്ള രീതിയിലാണ് അവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എഞ്ചിൻ RPM കയറുന്നതും കുറയുന്നതും എല്ലാം നമ്മുടെ ഒരു ബാറ്ററി ചാർജ് അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫുള്ള് ഫ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് RPM കയറില്ല, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എഞ്ചിൻ മാക്സ് ഔട്ട് RPM റൺ ചെയ്യുന്നല്ല. നമ്മുടെ ത്രോട്ടിൽ ഇൻപുട്ട് അനുസരിച്ച് തന്നെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ബാറ്ററി മാക്സിമം ചാർജിൽ വെക്കുക എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു ഇൻപുട്ട് വരുന്നത്. അല്ലാതെ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എഞ്ചിൻ കിക്കിൻ ചെയ്യുക അങ്ങനത്തെ ഒരു സംഭവം വരില്ല വീൽസ് ഡ്രൈവ് ചെയ്യാൻ. പിന്നെ എന്തിനാണ് അവർ ഇങ്ങനത്തെ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് പോയതെന്ന് ചോദിക്കുകയാണെങ്കിൽ റീസൺ വളരെ സിമ്പിളാണ്. ഇത് മറ്റത് വെച്ച് നോക്കുമ്പം കോംപ്ലിക്കേഷൻ കുറവായതുകൊണ്ട് തന്നെ കോസ്റ്റ് മാക്സിമം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ എഫിഷ്യൻസിയിലാണെങ്കിലും അങ്ങനെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് വരുന്നില്ല. അറ്റ്ലീസ്റ്റ് സിറ്റി സ്പീഡ്സിൽ പോകുന്ന സമയത്ത് ഇതായിരിക്കും ആക്ച്വലി സിറ്റിയിൽ കൂടുതൽ എഫിഷ്യൻറ്റ്. കാരണം മാക്സിമം സമയം നമ്മുടെ ഇലക്ട്രിക് മോട്ടർ തന്നെയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എഞ്ചിനായിരിക്കും ബാറ്ററി പവർ ചെയ്യുന്നത്. പക്ഷേ ഹൈവേയിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ആസച്ച് എടുക്കുകയാണെങ്കിൽ തന്നെ ഹൈവേയിൽ അത് അത്ര എഫിഷ്യൻ്റ് അല്ല. നമ്മൾ കൂടുതലും സിറ്റിയിലൊക്കെ ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ കുറഞ്ഞ സ്പീഡിൽ ഓടുന്ന സമയത്താണ് അത് മാക്സിമം എഫിഷ്യൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനങ്ങളിൽ എൻജിൻ വാഹനത്തിൻ്റെ വീൽസിനെ പവർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഹൈവേയിൽ പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം കൺസംഷൻ കൂടുതലായിരിക്കും. അതുപോലെ ഫ്യൂൽ എഫിഷ്യൻസിയും അതിനനുസരിച്ച് ഇപ്പോൾ ഒരു സീരീസ് പാരലൽ ഹൈബ്രിഡ് വാഹനത്തെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്തിരി കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ഒരു നോർമൽ പെട്രോൾ വണ്ടിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് നല്ല എഫിഷ്യൻസി തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. അവർ ശരിക്കും ഈ Z സീരീസ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതിനുവേണ്ടിയാണ് ഇത് 3 സിലിണ്ടർ ആക്കിയത്. ഇപ്പോൾ K സീരീസ് എഞ്ചിൻ K12N ആണ് നേരത്തെ ഉണ്ടായിരുന്നത്. K12N എന്ന് പറയുമ്പോൾ ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിൽ ഇവർ ഹൈബ്രിഡ് സിസ്റ്റം പെയർ ചെയ്തിരുന്നെങ്കിൽ അത്ര എഫിഷ്യൻസി കിട്ടില്ലായിരുന്നു. പിന്നെ 4 സിലിണ്ടർ ആണ്. 4 സിലിണ്ടേഴ്സ് പൊതുവേ നമുക്ക് അങ്ങനെ ഹൈബ്രിഡിനകത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല, അൺലെസ് 2 ലിറ്ററും അങ്ങനത്തെ എഞ്ചിൻസ് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ. ഇപ്പോൾ ടൊയോട്ട തന്നെ നേരത്തെ പറഞ്ഞ പോലെ 1.5 ലിറ്റർ എഞ്ചിനാണ് അവരുടെ സീരീസ് പാരലൽ ഹൈബ്രിഡ് സിസ്റ്റത്തിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തും 1.2 3 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് ഇവരുടെ സീരീസ് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ പേരോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ടെസ്റ്റിങ്ങും അവർ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഗാഡിവാടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അവർ പറയുന്ന അനുസരിച്ച് ഈ വാഹനം 2025 ഫെസ്റ്റീവ് സീസൺ അത് വരുമെന്ന് എനിക്ക് സംശയമുണ്ടോ. ഒന്നെങ്കിൽ 2025 അവസാനം അല്ലെങ്കിൽ 26 സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം എന്തായാലും ഒരു ഹൈബ്രിഡ് സിസ്റ്റം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അല്ലാതെ ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ട് മാർക്കറ്റിൽ പിടിച്ചു വെക്കാൻ കുറച്ച് പാടായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഹൈബ്രിഡ് വാഹനങ്ങൾ തരാൻ പോകുന്ന കമ്പനി മാരുതി സുസുക്കി തന്നെയായിരിക്കും. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ക്ലീനിങ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ആക്സസറീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.